18/4/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ മേൽ ദയ കാണിക്കൂ. ബാബ ഏതൊരു മതം നൽകുന്നുവോ അതനുസരിച്ച് നടക്കൂ. എങ്കിൽ അപാര സന്തോഷം നിലനിൽക്കും. മായയുടെ ശാപത്തിൽ നിന്നും സുരക്ഷിതമായിരിക്കും. ചോദ്യം: മായയുടെ ശാപം ഏൽക്കുന്നത് എന്തുകൊണ്ടാണ്? ശപിക്കപ്പെട്ട ആത്മാവിൻ്റെ ഗതി എന്താകും? ഉത്തരം: ബാബയോടും പഠനത്തോടും അഥവാ ജ്ഞാനരത്നങ്ങളുടെ അനാദരവ് കാണിക്കുന്നതിലൂടെ, തൻ്റെ മതമനുസരിച്ച് നടക്കുന്നതിലൂടെ മായയുടെ ശാപം ഏൽക്കുന്നു. ആസുരിയ പെരുമാറ്റം ഉണ്ടായിരിക്കുകയും ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യാതിരിക്കുകയുമാണ് എങ്കിൽ തൻ്റെ മേൽ നിർദയത്വം കാണിക്കുകയാണ്. ബുദ്ധിക്ക് പൂട്ട് വീഴുന്നു. അവർക്ക് ബാബയുടെ ഹൃദയത്തിൽ കയറുവാൻ കഴിയില്ല. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു നിശ്ചയമുണ്ട്: നമുക്ക് ആത്മാഭിമാനിയാകണം, ബാബയെയും ഓർമ്മിക്കണം. മായാരൂപി രാവണൻ ശപിക്കപ്പെട്ടവരും ദുഃഖിതരും ആക്കി മാറ്റുന്നു. ശാപം എന്ന വാക്ക് തന്നെ ദുഃഖത്തിൻ്റെതാണ്. സമ്പത്ത് എന്ന വാക്ക് സുഖത്തിൻ്റെതാണ്. ഏത് കുട്ടികളാണോ വിശ്വസ്തരും ആജ്ഞാകാരികളും ആയിട്ടുള്ളത്, അവർ നല്ല രീതിയിൽ അറിയുന്നു. ആരാണോ ആജ്ഞ അനുസരിക്കാത്തത്, അവർ കുട്ടികളല്ല. സ്വയം എന്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാലും ബാബയുടെ ഹൃദയത്തിൽ കയറുവാൻ കഴിയില്ല, സമ്പത്ത് നേടുവാൻ കഴിയില്ല. ആരാണോ മായ പറയുന്നതനുസരിച്ച് നടക്കുന്നത്, ബാബയെ ഓർമ്മിക്കുകയും ചെയ്യാത്തത്, അവർക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ കഴിയില്ല. സ്വയം തന്നെ ശപിക്കുന്നത് പോലെയാണ്. കുട്ടികൾക്കറിയാം, മായ വളരെ ശക്തിശാലിയാണ്. പരിധിയില്ലാത്ത ബാബ പറയുന്നത് അംഗീകരിക്കുന്നില്ല എങ്കിൽ മായയുടേത് അംഗീകരിക്കുന്നത് പോലെയാണ്. മായയ്ക്ക് വശപ്പെടുന്നു. പ്രഭുവിൻ്റെ ആജ്ഞ ശിരസ വഹിക്കണം എന്നൊരു ചൊല്ലുണ്ടല്ലോ. ബാബ പറയുന്നു, കുട്ടികളെ, പുരുഷാർത്ഥം ചെയ്ത് ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ മായയുടെ മടിത്തട്ടിൽ നിന്നും മാറി പ്രഭുവിൻ്റെ മടിത്തട്ടിലേക്ക് വരും. ബാബ ബുദ്ധിമാന്മാരുടെയും ബുദ്ധിമാനാണ്. ബാബ പറയുന്നത് അംഗീകരിക്കുകയില്ല എങ്കിൽ ബുദ്ധിക്ക് പൂട്ട് വീഴും. പൂട്ട് തുറക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. ശ്രീമത്ത് അനുസരിച്ച് നടക്കുകയില്ല എങ്കിൽ അവരുടെ അവസ്ഥ എന്താകും? മായയുടെ മതമനുസരിച്ച് പോകുന്നതിലൂടെ യാതൊരു പദവിയും നേടുവാൻ സാധിക്കില്ല. കേൾക്കുന്നുണ്ടാകും, പക്ഷേ ധാരണ ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ, ചെയ്യിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവരുടെ അവസ്ഥ എന്താകും? ബാബയാകട്ടെ ദരിദ്രരുടെ നാഥനാണ്. മനുഷ്യർ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. അപ്പോൾ ബാബയും വന്ന് എത്ര പരിധിയില്ലാത്ത ദാനമാണ് ചെയ്യുന്നത്. ശ്രീമത്തനുസരിച്ച് നടക്കുകയില്ല എങ്കിൽ ഒറ്റയടിക്ക് ബുദ്ധിക്ക് പൂട്ട് വീഴുന്നു. പിന്നെ എന്ത് പ്രാപ്തി ഉണ്ടാക്കുവാനാണ്? ശ്രീമത്തനുസരിച്ച് നടക്കുന്നവർ തന്നെയാണ് ബാബയുടെ കുട്ടികൾ. ബാബയാകട്ടെ ദയാഹൃദയനാണ്. പുറത്തു പോകുമ്പോൾ തന്നെ മായ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആരെങ്കിലും സ്വഹത്യ ചെയ്യുന്നു എങ്കിലും തൻ്റെ സത്യനാശം ചെയ്യുകയാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. സ്വയം തൻ്റെ മേൽ ദയവ് കാണിക്കൂ. ശ്രീമത്തനുസരിച്ച് നടക്കൂ. തൻ്റെ മതമനുസരിച്ച് നടക്കാതിരിക്കൂ. ശ്രീമത്തനുസരിച്ച് നടക്കുന്നതിലൂടെ സന്തോഷത്തിൻ്റെ രസം കയറും. ലക്ഷ്മി നാരായണന്മാരുടെ മുഖം നോക്കൂ, എത്ര പ്രസന്നമാണ്. അപ്പോൾ പുരുഷാർത്ഥം ചെയ്ത്
ഇങ്ങനെയുള്ള ഉയർന്ന പദവി നേടേണ്ടതല്ലേ? ബാബ അവിനാശി ജ്ഞാനരത്നങ്ങൾ നൽകുന്നു. അപ്പോൾ ബാബയുടെ അനാദരവ് എന്തിനു കാണിക്കണം? രത്നങ്ങൾ കൊണ്ട് സഞ്ചി നിറയ്ക്കേണ്ടതാണ്. കേൾക്കുന്നുണ്ട്, പക്ഷേ സഞ്ചി നിറയ്ക്കുന്നില്ല. കാരണം ബാബയെ ഓർമ്മിക്കുന്നില്ല. ആസുരീയ പെരുമാറ്റങ്ങൾ കാണിക്കുന്നു. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. സ്വയം തൻ്റെ മേൽ ദയവ് കാണിക്കൂ, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. അത് ആസുരീയ സമ്പ്രദായമാണ്. അവരെ ബാബ വന്ന് പരിസ്ഥാനിയാക്കുന്നു. പരിസ്ഥാനം എന്ന് സ്വർഗത്തെയാണ് പറയുന്നത്. മനുഷ്യർ എത്ര തിക്കി തിരക്കിക്കൊണ്ടിരിക്കുന്നു. സന്യാസിമാരുടെ അടുക്കൽ പോകുന്നു, മനസ്സിന് ശാന്തി ലഭിക്കും എന്ന് മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ ഈ വാക്ക് തന്നെ തെറ്റാണ്. ഇതിന് യാതൊരു അർത്ഥവുമില്ല. ശാന്തിയാകട്ടെ ആത്മാവിനാണ് വേണ്ടത്. ആത്മാവ് സ്വയം ശാന്ത സ്വരൂപമാണ്. ആത്മാവിന് എങ്ങനെ ശാന്തി ലഭിക്കും എന്നും പറയുന്നില്ല. പറയുന്നത് മനസ്സിന് എങ്ങനെ ശാന്തി ലഭിക്കും. ഇനി മനസ്സ് എന്താണ്, ബുദ്ധി എന്താണ്, ആത്മാവ് എന്താണ്, യാതൊന്നും അറിയുന്നില്ല. എന്തെല്ലാം പറയുന്നുവോ അഥവാ ചെയ്യുന്നുവോ അതെല്ലാം ഭക്തി മാർഗമാണ്. ഭക്തി മാർഗത്തിലുള്ളവർ പടികൾ ഇറങ്ങി ഇറങ്ങി തമോ പ്രധാനം ആകുന്നു. ആർക്കെങ്കിലും വളരെയധികം ധനവും സ്വത്തും മറ്റും ഉണ്ടെന്നിരിക്കട്ടെ, എന്നിരുന്നാലും രാവണ രാജ്യത്തിൽ തന്നെയാണല്ലോ. കുട്ടികളായ നിങ്ങൾ ചിത്രങ്ങൾ വെച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെ വളരെ നല്ല പ്രാക്ടീസ് ചെയ്യണം. ബാബ എല്ലാ സെൻറ്റേഴ്സിലെയും കുട്ടികളെ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ വാറാണല്ലോ. പല കുട്ടികളും രാജപദവി നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നില്ല. അപ്പോൾ പ്രജാപദവിയിൽ പോയി എന്തായിരിക്കും ആവുക? സേവനം ചെയ്യുന്നില്ല. നമ്മൾ എന്തായി മാറും എന്ന് തൻ്റെ മേൽ ദയ തോന്നുന്നില്ല. പിന്നെ ഡ്രാമയിൽ ഇവരുടെ പാർട്ട് ഇത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കും. തൻ്റെ മംഗളം ചെയ്യുന്നതിന് വേണ്ടി ജ്ഞാനത്തോടൊപ്പം യോഗവും വേണം. യോഗത്തിൽ ഇരിക്കുക ഇല്ലെങ്കിൽ യാതൊരു മംഗളവും ഉണ്ടാകുന്നില്ല. യോഗമില്ലാതെ പാവനമായി മാറാൻ കഴിയുകയില്ല. ജ്ഞാനമാകട്ടെ വളരെ സഹജമാണ്. എന്നാൽ തൻ്റെ മംഗളവും ചെയ്യണം. യോഗത്തിൽ ഇരിക്കാത്തതിലൂടെ യാതൊരു മംഗളവും ഉണ്ടാകുന്നില്ല. യോഗമില്ലാതെ എങ്ങനെ പാവനമാകുവാനാണ്? ജ്ഞാനം വേറെ കാര്യമാണ്, യോഗം വേറെ കാര്യമാണ്. യോഗത്തിൽ വളരെ പേർ അപക്വമാണ്. ഓർമ്മിക്കുവാനുള്ള ബുദ്ധി പോലും വരുന്നില്ല. അപ്പോൾ ഓർമ്മയില്ലാതെ വികർമ്മം എങ്ങനെ വിനാശമാകും? പിന്നെ ശിക്ഷകൾ വളരെയധികം അനുഭവിക്കേണ്ടി വരും. വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരുന്നു. സ്ഥൂലമായ സമ്പാദ്യം നടത്താത്തത് കാരണം ആരും ശിക്ഷ അനുഭവിക്കാറില്ല. ഇതിലാകട്ടെ പാപങ്ങളുടെ ഭാരം ശിരസിലുണ്ട്. അതിനുള്ള വളരെയധികം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കുട്ടിയായ ശേഷവും മര്യാദ ഇല്ലാത്തവരാകുന്നുവെങ്കിൽ വളരെയധികം ശിക്ഷ കിട്ടുന്നു. ബാബ പറയുന്നു, സ്വയം തൻ്റെ മേൽ ദയവ് കാണിക്കൂ, യോഗത്തിലിരിക്കൂ. ഇല്ലെങ്കിൽ വെറുതെ തൻ്റെ ഹത്യ ചെയ്യുകയാണ്. ആരെങ്കിലും മുകളിൽ നിന്നും വീഴുകയും മരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. നിലവിളിച്ചുകൊണ്ടിരിക്കും. അനാവശ്യമായി സ്വയം തന്നെ തള്ളി വീഴ്ത്തുകയും മരിക്കാതിരിക്കുകയും ആണെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? ഇവിടെയും അങ്ങനെ തന്നെ. കയറേണ്ടത് വളരെ ഉയരത്തിലാണ്. ശ്രീമത്ത് അനുസരിച്ച് നടക്കുകയില്ലെങ്കിൽ വീഴുന്നു. മുന്നോട്ടു പോകവേ ഓരോരുത്തരും സ്വയം തൻ്റെ പദവിയെ കാണും. ഞാൻ എന്തായി മാറും എന്ന്. ആരാണോ സർവീസബിൾ, ആജ്ഞാകാരി ആയവർ
അവർ തന്നെ ഉയർന്ന പദവി നേടും. ഇല്ലെങ്കിൽ പോയി ദാസദാസിമാരോ മറ്റോ ആകും. പിന്നെ വളരെ കടുത്ത ശിക്ഷയും ലഭിക്കും. ആ സമയത്ത് രണ്ടുപേരും ധർമ്മരാജന്റെ പോലെ രൂപമായി മാറുന്നു. എന്നാൽ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല, തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശിക്ഷകൾ ഇവിടെ അനുഭവിക്കേണ്ടി വരുമല്ലോ. ആര് എത്ര സേവനം ചെയ്യുന്നോ അത്രയും ശോഭിക്കും, ഇല്ലെങ്കിൽ യാതൊരു ഉപയോഗവുമില്ലാതെയിരിക്കും. ബാബ പറയുന്നു, മറ്റുള്ളവരുടെ മംഗളം ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ തൻ്റെ മംഗളം ചെയ്യൂ. ബന്ധനത്തിലുള്ളവരും തൻ്റെ മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ പിന്നെയും കുട്ടികളോട് പറയുന്നു, ജാഗ്രതയോടെ ഇരിക്കൂ. നാമരൂപങ്ങളിൽ കുടുങ്ങുന്നതിലൂടെ മായ വളരെയധികം ചതിക്കുന്നു. പറയുന്നു ബാബ, ഇന്ന ആളെ നോക്കുമ്പോൾ നമുക്ക് മോശമായ ചിന്തകൾ വരുന്നു എന്ന്. ബാബ പറയുന്നു, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും മോശമായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കണം. പെരുമാറ്റം ശരിയല്ലാത്ത ഏതെങ്കിലും മോശമായ വ്യക്തി ഉണ്ടെങ്കിൽ ആ ആളെ സെന്ററിൽ വരാൻ അനുവദിക്കരുത്. സ്കൂളിലും ആരെങ്കിലും തെറ്റായ പെരുമാറ്റം നടത്തുന്നുവെങ്കിൽ വളരെയധികം അടികൊള്ളുന്നു. ടീച്ചർ എല്ലാവരുടെയും മുന്നിൽ പറയുന്നു, ഇന്നയാൾ ഇങ്ങനെയുള്ള തെറ്റായ പെരുമാറ്റം നടത്തി, അതിനാൽ ഇയാളെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നു എന്ന്. നിങ്ങളുടെ സെന്റേഴ്സിലും ഇങ്ങനെയുള്ള മോശമായ ദൃഷ്ടിയുള്ളവർ വരുന്നുവെങ്കിൽ അവരെ ഓടിക്കണം. ബാബ പറയുന്നു, ഒരിക്കലും കുദൃഷ്ടി ഉണ്ടായിരിക്കുവാൻ പാടില്ല. സേവനം ചെയ്യുന്നില്ലെങ്കിൽ, ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും എന്തെങ്കിലുമൊക്കെ മലിനത ഉണ്ട്. ആരാണോ നല്ല സേവനം ചെയ്യുന്നത് അവരുടെ പേരും പ്രശസ്തമാകുന്നു. അല്പമെങ്കിലും സങ്കല്പം വന്നു, കുദൃഷ്ടി വന്നു എങ്കിൽ മനസ്സിലാക്കണം, മായയുടെ യുദ്ധം ഉണ്ടാകുന്നു. ഒറ്റയടിക്ക് ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ വൃദ്ധി പ്രാപിച്ച് നഷ്ടമുണ്ടാക്കും. ബാബയെ ഓർമ്മിക്കുമെങ്കിൽ സുരക്ഷിതരായിരിക്കും. ബാബ എല്ലാ കുട്ടികൾക്കും മുന്നറിയിപ്പ് നൽകുന്നു, ജാഗ്രതയോടെ ഇരിക്കൂ. തൻ്റെ കുലത്തിന് ദുഷ്പേര് ഉണ്ടാക്കരുത്. ചിലർ ഗാന്ധർവ വിവാഹം ചെയ്ത് ഒരുമിച്ചിരിക്കുന്നു, എത്ര പേര് പ്രശസ്തമാക്കുന്നു. ചിലർ പിന്നെ മോശമായി പോകുന്നു. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ തൻ്റെ സത്യത ചെയ്യുവാനാണ്, ദുർഗതി ഉണ്ടാക്കുവാനല്ല. മോശത്തിലും മോശമായതാണ് കാമം, പിന്നെ ക്രോധം. ബാബയിൽ നിന്നും സമ്പത്ത് എടുക്കുവാനാണ് വരുന്നത്, എന്നാൽ മായ യുദ്ധം ചെയ്ത് ശപിക്കുന്നു. അപ്പോൾ ഒറ്റയടിക്ക് വീണു പോകുന്നു. സ്വയം തനിക്ക് തന്നെ ശാപം നൽകുന്നത് പോലെയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, വളരെയധികം സൂക്ഷിക്കണം. അങ്ങനെയുള്ള ആരെങ്കിലും വന്നു എങ്കിൽ അവരെ ഒറ്റയടിക്ക് പറഞ്ഞയക്കണം. അമൃതം കുടിക്കുവാനായി വന്നു, പിന്നെ പുറത്തു പോയി അസുരനായി മോശമായത് ചെയ്തു എന്ന് കാണിക്കുന്നുമുണ്ടല്ലോ. അവർക്ക് പിന്നെ ഈ ജ്ഞാനം കേൾപ്പിക്കുവാൻ കഴിയില്ല. കൂട്ടുവീഴുന്നു. ബാബ പറയുന്നു, തൻ്റെ സേവനത്തിൽ തന്നെ തൽപരരായിരിക്കണം. ബാബയുടെ ഓർമ്മയിൽ ഇരുന്നിരുന്ന് അന്തിമത്തിൽ വീട്ടിലേക്ക് മടങ്ങണം. രാത്രിയിലെ യാത്രക്കാര ക്ഷീണിച്ചു പോകരുത് എന്ന് ഗീതവുമുണ്ടല്ലോ. ആത്മാവിന് വീട്ടിലേക്ക് പോകണം. ആത്മാവ് തന്നെയാണ് യാത്രക്കാരൻ. ആത്മാവിന് ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ നിങ്ങൾ ശാന്തിധാമത്തിലേക്ക് പോകുന്നതിൻ്റെ യാത്രക്കാരാണ്. അതിനാൽ ഇപ്പോൾ ബാബയെയും വീടിനെയും സമ്പത്തിനെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കും. സ്വയം നോക്കണം, മായ എവിടെയെങ്കിലും ചതിക്കുന്നില്ലല്ലോ. ഞാൻ തൻ്റെ പിതാവിനെ ഓർമ്മിക്കുന്നുണ്ടോ? ഉയർന്നതിലും ഉയർന്ന ബാബയുടെ നേർക്ക് തന്നെ ദൃഷ്ടി ഉണ്ടായിരിക്കണം. ഇതാണ്
വളരെ ഉയർന്ന പുരുഷാർത്ഥം. ബാബ പറയുന്നു, കുട്ടികളെ, കുദൃഷ്ടി ഉപേക്ഷിക്കൂ. ദേഹ അഭിമാനം എന്നാൽ കുദൃഷ്ടി, ദേഹി അഭിമാനി എന്നാൽ ശുദ്ധ ദൃഷ്ടി. അപ്പോൾ കുട്ടികളുടെ ദൃഷ്ടി ബാബയുടെ നേർക്ക് ഉണ്ടായിരിക്കണം. സമ്പത്ത് വളരെ ഉയർന്നതാണ്. വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി നിസ്സാര കാര്യമാണോ? പഠനത്തിലൂടെയും യോഗത്തിലൂടെയും വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി ലഭിക്കുവാനാകും എന്ന് സ്വപ്നത്തിൽ പോലും ആർക്കും ഉണ്ടാകില്ല. പഠിച്ച് ഉയർന്ന പദവി നേടുമെങ്കിൽ അച്ഛനും സന്തോഷിക്കും, ടീച്ചറും സന്തോഷിക്കും, സദ്ഗുരുവും സന്തോഷിക്കും. ഓർമ്മിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ ബാബയും ഓമനിച്ചു കൊണ്ടിരിക്കും. ബാബ പറയുന്നു, കുട്ടികളെ, ഈ കുറവുകൾ മാറ്റൂ. ഇല്ലെങ്കിൽ ആവശ്യമില്ലാതെ പേര് മോശമാക്കും. ബാബ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു, സൗഭാഗ്യം തുറക്കുന്നു. ഭാരതവാസികളാണ് 100% സൗഭാഗ്യശാലികൾ ആയിരുന്നത്. അവർ തന്നെ പിന്നെ 100% ദൗർഭാഗ്യശാലികളായി. പിന്നെ നിങ്ങളെ സൗഭാഗ്യശാലിയാക്കി മാറ്റുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ധർമ്മത്തിൻ്റെ ഉന്നതരായവരും നിങ്ങളുടെ അടുക്കൽ വരും. യോഗം പഠിച്ച് പോകും. മ്യൂസിയത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾക്കും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ പോകുന്നു. വൃക്ഷത്തെക്കുറിച്ചും മനസ്സിലാക്കിച്ചു കൊടുക്കൂ. നോക്കൂ, നിങ്ങൾ ഇന്ന സമയത്ത് വരുന്നു എന്ന്. ഭാരതവാസികളുടെ പാട്ട് ഇന്ന സമയത്താണ്. നിങ്ങൾ ഈ ജ്ഞാനം കേൾക്കുന്നുണ്ട്. പിന്നെ തൻ്റെ ദേശത്തിൽ പോയി പറഞ്ഞു കൊടുക്കൂ, ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറും. യോഗം പഠിക്കുന്നതിന് വേണ്ടി അവർ ആഗ്രഹം വയ്ക്കുന്നു. ഹഠയോഗി സന്യാസിമാർക്ക് അവരെ യോഗം പഠിപ്പിക്കുവാൻ കഴിയില്ല. നിങ്ങളുടെ മിഷനും വിദേശത്ത് പോകും. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വളരെ യുക്തി ആവശ്യമാണ്. ധർമ്മത്തിലെ ഉന്നതർ ആരെല്ലാമാണോ അവർക്കും വരേണ്ടതായിട്ടുണ്ട്. ഒരാളെങ്കിലും നിങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ ഈ ജ്ഞാനം എടുത്തുകൊണ്ടു പോകുമെങ്കിൽ ഒരാളിൽ നിന്ന് എത്ര അനേകം പേർ മനസ്സിലാക്കും. ഒരാളുടെ ബുദ്ധിയിൽ വന്നുവെങ്കിൽ പിന്നെ പത്രങ്ങളിലും മറ്റും ഇടും. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ബാബയെ ഓർമ്മിക്കുന്നത് എങ്ങനെ പഠിക്കുവാനാണ്? ബാബയുടെ പരിചയം എല്ലാവർക്കും ലഭിക്കണം. ചിലരൊക്കെ വരും. മ്യൂസിയത്തിൽ വളരെയധികം പുരാതന വസ്തുക്കൾ കാണുവാൻ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പുരാതന ജ്ഞാനം കേൾക്കും. അനേകർ വരും. അവരിൽ ആരെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാക്കും. ഇവിടെ നിന്ന് തന്നെ ദൃഷ്ടി ലഭിക്കും. അല്ലെങ്കിൽ മിഷൻ വിദേശത്ത് പോകും. നിങ്ങൾ പറയും, ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ തൻ്റെ ധർമ്മത്തിൽ ഉയർന്ന പദവി നേടും. പുനർജന്മം എടുത്തെടുത്ത് എല്ലാവരും താഴേക്ക് വന്നു. താഴെ ഇറങ്ങുക എന്നാൽ തമോ പ്രധാനമാവുക. പോപ്പിനും മറ്റും ബാബയെ ഓർമ്മിക്കൂ എന്ന് പറയുവാൻ സാധിക്കില്ല. ബാബയെ അറിയുന്നില്ല. നിങ്ങളുടെ അടുക്കൽ വളരെ നല്ല നോളജ് ഉണ്ട്. സുന്ദരമായ ചിത്രങ്ങളും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. സുന്ദരമായ വസ്തുക്കൾ ഉണ്ടായിരിക്കുമെങ്കിൽ മ്യൂസിയം കൂടുതൽ സുന്ദരമാകും. വളരെ പേർ കാണുന്നതിനായി വരും. ചിത്രങ്ങൾ എത്ര വലുതായിരിക്കുമോ അത്രയും നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ കഴിയും. നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കും എന്ന താല്പര്യം ഉണ്ടായിരിക്കണം. സദാ നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, നമ്മൾ ബ്രാഹ്മണൻ ആയിരിക്കുന്നു. അപ്പോൾ എത്ര സേവനം ചെയ്യുമോ അത്രയും വളരെ മാന്യതയുണ്ടാകും. ഇവിടെയും മാന്യത, അപ്പോൾ അവിടെയും മാന്യത ഉണ്ടാകും. നിങ്ങൾ പൂജ്യരാകും. ഈ ഈശ്വരീയ നോളജ് ധാരണ ചെയ്യണം. ബാബ പറയുന്നു,
സേവനത്തിനായി ഓടിക്കൊണ്ടിരിക്കൂ. ബാബ എവിടെ സേവനത്തിന് അയച്ചാലും ഇതിൽ മംഗളമുണ്ട്. മുഴുവൻ ദിവസവും ബുദ്ധിയിൽ സേവനത്തിൻ്റെ ചിന്ത നടക്കണം. ഫോറിനേഴ്സിന് ബാബയുടെ പരിചയം നൽകണം. മോസ്റ്റ് ബിലവഡായ ബാബയെ ഓർമ്മിക്കൂ. ഏതെങ്കിലും ദേഹധാരിയെ ഗുരുവായി മാറ്റാതിരിക്കൂ. സർവരുടെയും സദ്ഗതി ദാതാവ് ആ ഒരു ബാബയാണ്. ഇപ്പോൾ ഹോൾസെയിൽ മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. ഹോൾസെയിലും റീറ്റെയിലുമായ വ്യാപാരമുണ്ടല്ലോ. ബാബ ഹോൾസെയിൽ ആണ്. സമ്പത്തും ഹോൾസെയിലാണ് തരുന്നത്. 21 ജന്മത്തേക്ക് വിശ്വത്തിൻ്റെ രാജപദവി എടുത്തുകൊള്ളൂ. മുഖ്യമായ ചിത്രങ്ങളാണ് ത്രിമൂർത്തി, ഗോളം, വൃക്ഷം, ഏണിപ്പടി, വിരാട രൂപത്തിൻ്റെ ചിത്രം, ഗീതയുടെ ഭഗവാൻ ആര്. ഈ ചിത്രം ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതിൽ ബാബയുടെ മഹിമ പൂർണ്ണമായും ഉണ്ട്. ബാബ തന്നെയാണ് കൃഷ്ണനെ ഇങ്ങനെയാക്കി മാറ്റിയത്. ഈ സമ്പത്ത് ഗോഡ് ഫാദറാണ് നൽകിയത്. കലിയുഗത്തിൽ ഇത്ര അനേകം മനുഷ്യരുണ്ട്. സത്യയുഗത്തിൽ കുറച്ചു പേരാണ്. ഈ മാറ്റങ്ങൾ ആരാണ് വരുത്തിയത്? അല്പം പോലും ആരും അറിയുന്നില്ല. ടൂറിസ്റ്റുകൾ മിക്കവാറും വലിയ വലിയ നഗരങ്ങളിലേക്ക് പോകുന്നു. അവരും വന്ന് ബാബയുടെ പരിചയം നേടും. സേവനത്തിൻ്റെ വളരെയധികം പോയിന്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വിദേശത്തും പോകണം. ഒരു ഭാഗത്ത് നിങ്ങൾ ബാബയുടെ പരിചയം നൽകിക്കൊണ്ടിരിക്കും, മറുഭാഗത്ത് ലഹള നടന്നുകൊണ്ടിരിക്കും. സത്യയുഗത്തിൽ കുറച്ച് മനുഷ്യരായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ തീർച്ചയായും ബാക്കിയുള്ളവർ വിനാശമാകുമല്ലോ. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നു. എന്ത് സംഭവിച്ചുവോ അത് വീണ്ടും ആവർത്തിക്കപ്പെടും. എന്നാൽ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുവാനുള്ള ബുദ്ധിയും ആവശ്യമാണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ ഒരു ബാബയുടെ നേർക്ക് തന്നെ ദൃഷ്ടി വയ്ക്കണം. ദേഹി അഭിമാനിയാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്ത് മായയുടെ ചതിവിൽ നിന്നും രക്ഷിക്കണം. ഒരിക്കലും കുദൃഷ്ടി വച്ചു തൻ്റെ കുലത്തിന് ദുഷ്പേരുണ്ടാക്കരുത്. സേവനത്തിന് ധൃതി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കണം. സർവീസബിളും ആജ്ഞാകാരിയും ആകണം. തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. ഏതെങ്കിലും മോശമായ പെരുമാറ്റം നടത്തരുത്. വരദാനം: ഫുൾ സ്റ്റോപ്പിൻ്റെ സ്റ്റേജിലൂടെ പ്രകൃതിയുടെ ചഞ്ചലതയെ സ്റ്റോപ്പ് ചെയ്യുന്ന മാസ്റ്റർ പ്രകൃതിപതിയായി ഭവിക്കട്ടെ. വർത്തമാന സമയം ചഞ്ചലത വർദ്ധിക്കുന്നതിൻ്റെ സമയമാണ്. ഫൈനൽ പേപ്പറിൽ ഒരു ഭാഗത്ത് പ്രകൃതിയുടെയും മറുഭാഗത്ത് 5 വികാരങ്ങളുടെയും വികരാല രൂപം ഉണ്ടാകും. തമോ ഗുണി ആത്മാക്കളുടെ യുദ്ധവും പഴയ സംസ്കാരവും എല്ലാം ലാസ്റ്റ് സമയത്ത് തൻ്റെ ചാൻസ് എടുക്കും. ഇങ്ങനെയുള്ള സമയത്ത് വിസ്താരത്തെ ഒതുക്കുന്നതിൻ്റെ ശക്തിയിലൂടെ ഈ നിമിഷം സാകാരി, ഇപ്പോൾ തന്നെ ആകാരിയും ഇപ്പോൾ തന്നെ നിരാകാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ആവശ്യമാണ്. കണ്ടും കാണാതിരിക്കൂ, കേട്ടും കേൾക്കാതിരിക്കൂ. എപ്പോഴാണോ ഇങ്ങനെയുള്ള ഫുൾ സ്റ്റോപ്പിൻ്റെ സ്റ്റേജ് ഉണ്ടാകുന്നത്, അപ്പോൾ പ്രകൃതിപതിയായി പ്രകൃതിയുടെ ചഞ്ചലതയെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. സ്ലോഗൻ: നിർവിഘ്ന രാജ്യാധികാരി ആകുന്നതിനായി നിർവിഘ്ന സേവാധാരിയാകൂ.
അവ്യക്ത സൂചന. കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആത്മാവ് ആ സുപ്രീം ആത്മാവിനോടൊപ്പം കമ്പൈൻഡാണ്. സുപ്രീം ആത്മാവിന് ആത്മാവായ എന്നെ കൂടാതെ ഇരിക്കുവാൻ സാധിക്കില്ല. എനിക്കും സുപ്രീം ആത്മാവിനെ കൂടാതെ വേർപെട്ടിരിക്കുവാൻ ആകില്ല. ഇങ്ങനെ ഓരോ സെക്കൻഡും പ്രഭു ഹാജരാണ് എന്ന അനുഭവത്തിലൂടെ ആത്മീയ സുഗന്ധത്തിൽ അവിനാശിയും ഏകരസവുമായി ഇരിക്കും. ഓം ശാന്തി. ശാന്തസ്വരൂപ ആത്മാവാണ് ഞാൻ. എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിക്കുകയാണ്. ഞാൻ ശാന്തിയുടെ സാഗരനായ ശിവ് ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. ദിവ്യ ജ്യോതിസായ ശിവ് ബാബയിൽ നിന്നും പ്രസരിക്കുന്ന പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ എൻ്റെ ചിത്തത്തിൽ നിറയുന്നു. പരമാത്മാ ശാന്തിയുടെ ശക്തി എന്നിൽ നിറയുന്നു. ഈ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ വിശ്വത്തിൻ്റെ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ ആത്മാക്കളിൽ നിറയുമ്പോൾ അവരും ശാന്തി സാഗരൻ്റെ നേർക്ക് ആകർഷിക്കപ്പെടട്ടെ.